ജൂലൈ 1, 13-ാം ആഴ്ചയിലെ ബുധനാഴ്ച. മത്തായി 8, 28 മുതൽ 34 വരെ വാക്യങ്ങൾ. എമിലി റോസിൻ്റെ എക്സോർസിസം എന്ന പേരിലുള്ള ഒരു സിനിമ ഒരു ജർമ്മൻ യുവതിയായ അന്നലീസ് മൈക്കലിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ചെറുപ്പം മുതലേ മാനസിക രോഗത്താൽ ബുദ്ധിമുട്ടിയിരുന്ന അവർ വിഷാദ രോഗവും കാഴ്ച ശ്രവണ ഭ്രമങ്ങളും അനുഭവപ്പെട്ടു. അതിൻ്റെ പേരിൽ അവരെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലക്രമേണ അവരുടെ ലക്ഷണങ്ങൾ രൂക്ഷമായി. മതപരമായ പ്രതിരൂപങ്ങളുള്ള വെറുപ്പ് അവരിൽ വർദ്ധിച്ചു. അവളും അവളുടെ കത്തോലിക്ക കുടുംബവും ഈ അവസ്ഥയെ പൈശാചിക ബാധയാണെന്ന് ആരോപിച്ചു. 22-ാമത്തെ വയസ്സ് മുതൽ 10 മാസത്തെ തീവ്രമായ കത്തോലിക്ക ഭൂതോച്ചാടന ചടങ്ങുകൾക്ക് വിധേയയായി. 1976 ജൂലൈയിൽ മിഷേൽ അന്തരിച്ചു. ഒരു പോസ്റ്റ്മോർട്ടത്തിൽ അവരുടെ മരണകാരണം പുരോഹിതരുടെയും കുടുംബത്തിൻ്റെയും കൈകളാൽ പോഷകാഹാരക്കുറവും പട്ടിണിയും മൂലമാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടു. ഭൂതോച്ചാരണ സമയത്ത് അവർ ഡോക്ടറുമായി കൂടിയാലോചനകൾ നിർത്തിവെച്ചു. അങ്ങനെ ആ കുടുംബത്തിലുള്ളവരെയും പുരോഹിതന്മാരെയും അശ്രദ്ധമായ നരഹത്യയെ കുറ്റം ചുമത്തി. അവർക്ക് 6 മാസം തടവും 3 വർഷത്തെ പ്രൊബേഷനും അനുഭവിക്കാൻ ഉത്തരവിട്ടു. ഇന്നത്തെ സുവിശേഷം ഗദരേനരുടെ പ്രദേശത്ത് യേശുവും 2 ഭൂതബാധിതരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിനെ കുറിച്ചാണ്. ഈ മനുഷ്യർ വളരെ അക്രമാസക്തരായിരുന്നു. ആ പ്രദേശത്തൂടെ കടന്നു പോകാൻ മറ്റുള്ളവർക്ക് ഭയമായിരുന്നു. യേശു അവരുടെ അടുത്തെത്തിയപ്പോൾ അവരിലുള്ള ഭൂതങ്ങൾ അവനെ ദൈവപുത്രനായി തിരിച്ചറിഞ്ഞു. സമീപത്തുള്ള പന്നിക്കൂട്ടത്തിലേക്ക് അവരെ അയക്കാൻ അപേക്ഷിച്ചു. യേശു അവരുടെ അഭ്യർത്ഥന അംഗീകരിച്ചു. ആ പിശാചുക്കൾ പന്നികളിൽ പ്രവേശിച്ചു. അവ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് മുങ്ങി മരിച്ചു. ഈ അത്ഭുതകരമായ സംഭവം കണ്ട ഇടയന്മാർ സംഭവിച്ച കാര്യങ്ങൾ അറിയിക്കാൻ പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ പോയി. മുഴുവൻ സമൂഹവും പുറത്തു വന്ന് യേശുവിനോട് അവരുടെ പ്രദേശം വിട്ടുപോകാൻ യാചിച്ചു. ഈ സുവിശേഷ ഭാഗം യേശുവിൻ്റെ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നു. ആത്മീയ യുദ്ധത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതത്തിലും സമൂഹങ്ങളിലും ദൈവത്തിൻ്റെ പരിവർത്തന പ്രവർത്തനങ്ങളോട് സ്വീകാര്യത പുലർത്തേണ്ടതിൻ്റെ ആവശ്യകത എന്നിവയെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആഴത്തിലുള്ള മാറ്റം വരുത്താനുള്ള ക്രിസ്തുവിൻ്റെ ശക്തി സ്വീകരിക്കാനും അവൻ്റെ അധികാരത്തിലുള്ള വിശ്വാസത്തോടെ ആത്മീയ യുദ്ധങ്ങളെ സമീപിക്കാനും ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ ദുഷ്ടാത്മാക്കളെ കൈകാര്യം ചെയ്യുമ്പോൾ യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ പ്രാധാന്യം ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. സഹായത്തിനായി യേശുവിനെ സമീപിച്ച ഈ 2 പിശാചബാധിതരുടെ വിശ്വാസം അവരെ ദുർഭൂതങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിൽ കലാശിച്ചു. അതുപോലെ ആത്മീയ പോരാട്ടങ്ങളെ നേരിടുമ്പോൾ നമുക്ക് അവരുടെ മാതൃകയിൽ യേശുവിൽ നിന്ന് ശക്തി നേടാനും അചഞ്ചലമായ വിശ്വാസത്തോടെ അവിടുത്തെ സമീപിക്കാനും കഴിയട്ടെ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെയും അവൻ്റെ വചനം പഠിക്കുന്നതിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ മാർഗനിർദ്ദേശം തേടുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിലുണ്ടാകാവുന്ന ദുഷ്ടാത്മാക്കളെ നേരിടാനും മറികടക്കാനും നമുക്ക് ശക്തി ലഭിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from